ഹായ് ഫ്രണ്ട്സ്, ഓലത്താനി ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പദാർത്ഥങ്ങളെയും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെയും പരിചയപ്പെട്ടാലോ? ആദ്യം നമുക്ക് ആസിഡുകൾ എന്താണെന്ന് നോക്കിയാലോ. പുളിയുള്ളത് എന്നർത്ഥം വരുന്ന ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആസിഡ് എന്ന പദം രൂപം കൊണ്ടത്. എല്ലാ ആസിഡുകളിലും പൊതുവായി അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ പുളിയുള്ളവയാണ്. നമ്മുടെ മിക്ക ഭക്ഷ്യവസ്തുക്കളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആഹാരത്തെ രുചികരമാക്കുന്നതിൽ ആസിഡുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാനും നാം വിവിധതരം ആസിഡുകൾ ഉപയോഗിച്ചു വരുന്നു. ഒരു ലായനി ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് അതിന്റെ pH മൂല്യം അനുസരിച്ചാണ്. ഹൈഡ്രജന്റെ വീര്യം എന്നർത്ഥം വരുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിന്റെ ചുരുക്ക രൂപമാണ് pH. pH മൂല്യം 7-ൽ കുറഞ്ഞവ ആസിഡുകളും pH മൂല്യം 7-ൽ കൂടിയവ ആൽക്കലികളുമാണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. പ്രധാനമായും 2 തരത്തിലാണ് ആസിഡുകൾ ഉള്ളത്. പ്രകൃതിയിൽ ധാതുക്കളിൽ നിന്ന് ലഭിക്കുന്ന മിനറൽ ആസിഡുകളും സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക് ആസിഡുകളും. മിനറൽ ആസിഡുകൾ വീര്യം കൂടിയവയും ഓർഗാനിക് ആസിഡുകൾ വീര്യം കുറഞ്ഞവയുമാണ്. എണ്ണ, സ്റ്റിയറിക് ആസിഡ്, വീഞ്ഞ്, ടാർട്ടാറിക് ആസിഡ്, അരി, ഫൈറ്റിക് ആസിഡ്, തൈര്, ലാക്റ്റിക് ആസിഡ്, ഉണങ്ങിയ പാൽക്കട്ടി, ബ്യൂട്ടാറിക് ആസിഡ്, ഓറഞ്ച്, സിട്രിക് ആസിഡ്, വിനാഗിരി, അസറ്റിക് ആസിഡ്, മരച്ചീനി, പ്രൂസിക് ആസിഡ് അഥവാ ഹൈഡ്രോസയാനിക് ആസിഡ്, പാൽ, ലാക്റ്റിക് ആസിഡ്, ചോക്ലേറ്റ്, ഓക്സാലിക് ആസിഡ്, തേങ്ങ, കാപ്രിക് ആസിഡ്, നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്, മുന്തിരി, ടാർട്ടാറിക് ആസിഡ്, തേയില, ടാനിക് ആസിഡ്, പുളിച്ച വെളിച്ചെണ്ണ, ബ്യൂട്ടാറിക് ആസിഡ്, നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ്, തക്കാളി, ഓക്സാലിക് ആസിഡ്, വാളൻപുളി, ടാർട്ടാറിക് ആസിഡ്, വെറ്റില, കാറ്റജോണിക് ആസിഡ്, ആപ്പിൾ, മാലിക് ആസിഡ്, മാംസം, അമിനോ ആസിഡ്, സോഡാ വെള്ളം, കാർബോണിക് ആസിഡ്, ചുവന്നുള്ളി, ഓക്സാലിക് ആസിഡ്, പഴവർഗ്ഗങ്ങൾ, ബോറിക് ആസിഡ്, ആമാശയം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, തേനീച്ച, ഫോർമിക് ആസിഡ്, ഉറുമ്പ്, ഫോമിക് ആസിഡ്, മണ്ണ്, ഹ്യൂമിക് ആസിഡ്, മൂത്രം, യൂറിക് ആസിഡ്, കടന്നൽ, ഫോർമിക് ആസിഡ്. ആസിഡുകളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആസിഡുകളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ.